ഹായ് പ്രിയ സുഹൃത്തുക്കളെ, വലിയൊരു വിയോഗത്തിൻ്റെ വേളയിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഉള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ താഴത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു മാർക്കർ കൊണ്ട് ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ബ്ലേഡ് വെച്ചിട്ട് അതിനെ ഞാൻ വരച്ചിരുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അലുമിനിയം ഫോയിലിംഗ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ ഓപ്പണിംഗ് വരുന്ന ആ ഒരു ഭാഗത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അത്യാവശ്യം കട്ടിയുള്ള ഒരു കമ്പിയും കൂടി എടുത്തിട്ടുണ്ട്. അത് ഈ അലുമിനിയം ഫോയിലിംഗ് ഷീറ്റ് ചുറ്റിയിരിക്കുന്നതിൻ്റെ ഉള്ളിലോട്ട് അല്പം ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കമ്പിയെ ഒന്ന് നല്ലതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബേർഡിൻ്റെ ഷേപ്പിലൊന്ന് അതിൻ്റെ ഒരു നെക്ക് വരുന്ന അപ്പോൾ ആ ഒരു രീതിക്ക് ഒന്ന് വളച്ചു കൊടുത്തിട്ട് ആ എക്സ്ട്രാ ഭാഗവും അലുമിനിയം ഫോയിലിംഗ് ഷീറ്റും കൊണ്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇതുപോലെ ഒരു വാൾമാക്സിൻ്റെ വാൾപുട്ടി എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ്. അപ്പോൾ ഇത് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതൊരു 100-150 രൂപയ്ക്കുള്ളിലൊക്കെ നമുക്ക് 1 കിലോൻ്റെ പാക്കറ്റ് കിട്ടും. വളരെ എക്കോ ഫ്രണ്ട്ലിയാണ്. നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഇതിൻ്റെ കെമിക്കലൊന്നും ആവത്തില്ല. നമുക്ക് ഈസി ആയിട്ട് കൈ കൊണ്ട് തന്നെ ഈ ഒരു വർക്കൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യമുള്ള അത്രയും വാൾപുട്ടി ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇനി അല്പമായി വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു പുട്ടിനൊക്കെ മാവ് നനയ്ക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം ഫെവിക്കോളിൻ്റെ ഗ്ലൂവും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാൾപുട്ടി മിക്സ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അതിന് നല്ല നേർത്ത രീതിയിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പരത്തി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അല്പം വെള്ളവും കൂടി ഒന്ന് പുറത്തോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ വെള്ളവും കൂടി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ നല്ലതുപോലെ ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫുള്ളും ആയിട്ടുണ്ട്. ഇനി ആ ഒരു ബേർഡിൻ്റെ നെക്കിൻ്റെ ആ ഒരു പോർഷനും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് വീണ്ടും നമ്മുടെ വാൾപുട്ടി മിക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തിട്ട് അല്പം വെള്ളവും കൂടി ഒന്ന് തൊട്ട് ഒന്ന് ഇതുപോലെ കൈ കൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അലുമിനിയം ഫോയിലിംഗ് ഷീറ്റൊന്നും ഇളകി പോവാതെ തന്നെ നല്ല നീറ്റായിട്ട് കുറേശ്ശായിട്ടൊന്ന് വെച്ച് കൊടുക്കാവേ. ഈ ഒരു ടൈമിൽ ഫോയിലിംഗ് ഷീറ്റ് ഇളകി പോകണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂലോ വലതും കൊണ്ട് ഒന്നുകൂടി ഒന്ന് അലുമിനിയം ഫോയിലിംഗ് ഷീറ്റിൻ്റെ പുറത്തൊന്ന് ചുറ്റിച്ച് കെട്ടിയതിന് ശേഷം ഈ ഒരു വാൾപുട്ടി മിക്സ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോയിലിംഗ് ഷീറ്റൊന്നും ഇളകിപ്പോവാതെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഫുള്ളായിട്ട് ഞാനൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട്, അതായത് ഈ ഒരു ഷേപ്പ് ഒന്ന് ഇരിക്കാനായിട്ട് ഇതുപോലൊരു അടപ്പെടുത്തിട്ടുണ്ട്. അതിലും അല്പം വാൾപുട്ടി മിക്സ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഡിസൈൻ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ താഴത്തെ ആ ഒരു അടപ്പ് കൂടി ഒന്ന് ഫില്ല് ചെയ്ത് വാൾപുട്ടി മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ചെയ്തെടുക്കുന്നത് നമ്മുടെ പീകോക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ബാക്കി വർക്കുകൾ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലായിട്ടും ഡ്രൈ ആവാതെ തന്നെയും വെച്ച് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ കുറച്ച് വാൾപുട്ടി മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഫെവിക്കോളിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത് നമ്മുടെ പീകോക്കിൻ്റെ ചിറകുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്നും ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പം ഗ്ലൂവും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഡ്രൈ ആവുന്നതിന് മുന്നേ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പീകോക്കിൻ്റെ ഒരു ഫെദറിൻ്റെ ഡിസൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അടുത്തതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ചിറകുകളായിട്ട് ഇത്ര തന്നെ വലിപ്പം തന്നെ വേണമെന്നില്ല. നമുക്ക് ചെറിയ വലിപ്പത്തിലും ഇതിൻ്റെ പീലികൾ ഉണ്ടാക്കിയെടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കാം. മാക്സിമം നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ താഴെ വക്ക് വരെയും ഇതുപോലെ
ഈ പീലികൾ ചുറ്റിനും ഈ വാൾപുട്ടി മിക്സിൽ നിന്ന് ഓരോ പീസുകളാക്കി സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാവേ. അപ്പോൾ അത് ഇത്രയും തന്നെ ഞാൻ ഫുള്ളായിട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയായിട്ട് വേറെ ഡിസൈൻ കൊടുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് മിക്സ് എടുത്തിട്ടുണ്ട്. അതിനേതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുത്തിരിക്കുന്നത്. കുഞ്ഞ് ചെറിയ ചിറകിൻ്റെ ആ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് എക്സ്ട്രാ പീസും ഉണ്ടാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ഭാഗത്തായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഗ്യാപ്പുള്ള ഏരിയാസ് എല്ലാം ഒന്ന് നീറ്റായിട്ട് രണ്ട് വശവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാൾപുട്ടി മിക്സ് ഇതുപോലെ ഒന്ന് നീളത്തിനൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്നോ രണ്ടോ റോളൊന്ന് ചുറ്റിച്ച് ഇരിക്കുന്ന രീതിയിൽ ഒന്ന് താഴെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വേണം പെയിൻ്റൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കണ്ണും കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ പീക്കോക്കിന് ഈ ഒരു ഷേപ്പിലൊരു കണ്ണും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് വശത്തായിട്ടും സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കായിട്ട് ഒരു പീക്കോക്കിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു പീലിയുടെ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടി ഒന്ന് രണ്ട് ബോൾസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഡ്രൈ ആവാനായിട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ പെയിൻ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെയിൻ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പീക്കോക്കിൻ്റെ കളർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെയൊക്കെ ചേർന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായിരുന്ന പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്യുവാണ്. ഒരു ലൈറ്റ് ഗ്രീൻ കളർ പെയിൻറ്റ് കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫുള്ളിൽ അകത്തുള്ള ഏരിയാസും കൂടി നമ്മൾ പ്രത്യേകം കവർ ചെയ്യാൻ മറക്കരുത്. അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കണം. അപ്പോഴേ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുള്ളൂ. അവിടെയും കൂടി ഒന്ന് പെയിൻറ്റ് നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ പീക്കോക്കിൻ്റെ നെക്കിൻ്റെ പോർഷനും ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ തന്നെയാണ് കൊടുത്തെടുക്കുന്നത്. പിന്നെ താഴത്തെ കുഞ്ഞു ചിറകുകൾ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് വേറൊരു കളറ് കൊടുത്തെടുക്കാവേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു ചിറകുകൾ വരുന്ന ആ ഒരു പോർഷനിലോട്ട് ഞാനൊരു യെല്ലോ കളറാണ് കൊടുത്തെടുക്കുന്നത്. അപ്പോൾ യെല്ലോ കളറ് നല്ല ഹൈലൈറ്റായിട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെറിയൊരു ഹൈലൈറ്റിനായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഡാർക്ക് കളറും കൂടി ഒന്ന് കോമ്പിനേഷനായിട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ലൈറ്റ് റെഡ് കളറും കൂടി ഇവിടെ ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ യെല്ലോ കളറിൻ്റെ കൂടെ. ഇനി ഞാൻ അതിൻ്റെ കണ്ണുകൾക്കും കൂടി ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ ചെയ്തിരുന്ന ഒരു നീളത്തിൽ നമ്മുടെ വാൾപുട്ടി മിക്സ് കൊണ്ട് ചെയ്തിരുന്ന ഒരു റോളായിട്ട് ചെയ്തിരുന്ന അവിടെ ഇതുപോലെ റെഡ് കളർ പെയിൻറ്റ് കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ കയ്യിൽ മെറ്റാലിക് ഗോൾഡൻ കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടി കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഗോൾഡൻ കളറോ സിൽവർ കളറോ ഒക്കെ വെച്ചിട്ടാണെങ്കിലും. അപ്പോൾ അതൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ ഒരു വർക്ക് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ കളറുകൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഫെദറിൽ ഡിസൈൻ ചെയ്തിരുന്ന പോർഷനിലോട്ട് ഇതുപോലെ കുറച്ച് സ്പോഞ്ചിൽ റെഡ് കളറ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു പ്രത്യേക ഒരു ഡിസൈനായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് കളറാണോ സ്യൂട്ടായിട്ട് തോന്നുന്നത് അത് കൊടുത്തെടുക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് ഗ്രീനും റെഡും കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതിക്ക് ഇതിൻ്റെ ഫെദറും പിന്നെ നെക്കിൻ്റെ പോർഷനും അതിൻ്റെ അടിഭാഗത്തും ഒക്കെ ചെറുതായിട്ടൊന്ന് ഒരു റെഡ് കളറ് പെയിൻ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ നമ്മുടെ ഒരു പീക്കോക്കിൻ്റെ ഫെദർ ഒന്ന് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിന് നടുക്കായിട്ട് ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റോണും കൂടി ഞാൻ ഓരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ബ്ലൂ കളറിലുള്ള സ്റ്റോണുകൾ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ടൈപ്പിലുള്ള സ്റ്റോണാണോ ഉള്ളത് അതൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. സ്റ്റോണും കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഒരു കാണാനൊരു ഒരു ലുക്കായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റാലിക് കളറിലുള്ള ഷെയ്ഡിലുള്ള പെയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ താഴെ ഈ ഒരു യെല്ലോ കളർ കൊടുത്തിരുന്ന ആ ഒരു പോർഷനിലും ചെറിയൊരു സ്റ്റോണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചുറ്റിനും. അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂട്ട് ഫ്ലവർ വേസാണ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും കുറച്ച് വാൾപുട്ടിയോ വാൾമാക്സ് പൗഡറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് സിമെൻറ്റൊക്കെ വെച്ചിട്ടും നമുക്കിതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീക്കോക്കിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.